നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ 82 മലയാളികളിൽ 60 പേരും സുരക്ഷിതരെന്ന് വിവരം. ഇനി വിവരം ലഭ്യമാകാനുള്ളത് 8 മലയാളികളുടേത്, 4 പേർ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള കേരളത്തിൽ നിന്നുള്ളവർ. വിവരങ്ങളുമായി അനിരു അശോകൻ ചേരുകയാണ്. അനിരു, നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. എന്നിരുന്നാൽ കൂടി ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനുണ്ട്. 8 പേരുടെ നില എന്താണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഈ വാർത്തയെ കാണാം. ലിനിഷ, കഴിഞ്ഞ ദിവസങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നോർക്ക റൂട്ട്സിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കും 82 പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഇവരെ ഈ 82 പേരെ ഒരു തരത്തിലും ബന്ധപ്പെടാനാകുന്നില്ല എന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ പരാതി. ഈ 82 പേരിൽ 68 പേരാണ് മലയാളികൾ, മറ്റ് 14 പേർ ഇതര സംസ്ഥാനക്കാരാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെയുള്ള ഇതര സംസ്ഥാനക്കാരാണ്. ഇപ്പോൾ ഈ 68 പേരിൽ 60 പേരെ ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് നോർക്ക റൂട്ട്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി ബന്ധപ്പെടാൻ കഴിയാത്ത 8 മലയാളികൾ, അതിൽ 4 പേർ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള കേരളീയരാണ്. മറ്റ് 4 പേർ വിവിധ ജില്ലകളിലുള്ളവരാണ്. ബാക്കി ബന്ധപ്പെടാൻ കഴിയാത്ത 14 ഇതര സംസ്ഥാനക്കാരുണ്ട്. ഈ ഇതര സംസ്ഥാനക്കാരിൽ ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. കൂടാതെ വിദേശകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം, ഈ കൈലാസ് മാനസരോവർ യാത്രയിലേക്ക് പുറപ്പെട്ട 23 അംഗ സംഘങ്ങളിലുള്ളതിൽ 19 കേരളീയരുണ്ട്. ഇവർ 31-ാം തീയതി കാഠ്മണ്ഡുവിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുരക്ഷിതരായിട്ടുള്ള മറ്റ് കേരളീയരടക്കമുള്ള ഇന്ത്യക്കാർ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലും മറ്റുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്ക് സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് എത്താനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലേക്ക് വരുന്ന മറ്റ് കേരളീയരായവർക്കൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇവർക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് എത്താനുള്ള അവസരങ്ങളും സൗകര്യങ്ങളുമൊക്കെ നോർക്ക റൂട്ട്സ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് കൂടുതൽ ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ നോർക്ക റൂട്ട്സിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. 4 തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നുണ്ട്, ഒന്ന് നോർക്ക റൂട്ട്സ് ഇടപെട്ട് ക്രോഡീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ക്രോഡീകരിക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രാലയത്തിലെ NRI ഓഫീസുമായിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ്, ഇവയെല്ലാം ചേർത്താണ് വിദേശകാര്യ മന്ത്രാലയവുമായി ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ 60 മലയാളികൾ സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി 8 മലയാളികൾ കൂടി അവരുമായി ആശയവിനിമയം ലഭ്യമാകുന്നതുകൊണ്ട് നമുക്കറിയാം നേപ്പാളിലെ പല കേന്ദ്രങ്ങളും താറുമാറായ സ്ഥിതിയാണ്, നെറ്റ്വർക്കുകൾ ലഭ്യമല്ലാത്ത സ്ഥിതിയുണ്ട്. ഇവരൊക്കെ ഒരുപക്ഷെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് നോർക്ക റൂട്ട്സ് പറയുന്നത്. ലിൻഷ, ശരി, നന്ദി അനിരു അശോകൻ വിവരങ്ങൾക്ക്.